കൂട്ടായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഞാൻ ഇപ്പോൾ എപ്പോഴും ഓർക്കാറുണ്ട്. കിഷ്കിന്ധയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഏതോ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ രാവിലെ ഞാൻ പാഡ് വാങ്ങിച്ചിട്ട് ഏതോ ഒരു ഡയലോഗിലൊരു അഡീഷണൽ ലൈനും കൂടെ കൂട്ടിച്ചേർത്തു ഫോർ മച്ച് ബെറ്റർ ക്ലാരിറ്റി എന്നുള്ള രീതിയിൽ. ഒരു കുട്ടേട്ടൻ വന്നിട്ട് ഇത് വായിച്ചു നോക്കുമ്പോൾ ഈ ലൈനും കണ്ടു. ഇതെന്തിനാ ഈ ലൈൻ ചോദിച്ചു. നോട്ടേട്ടാ അതെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് അത് വേണ്ട ഒന്നും വേണ്ട എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതിന് മതി. നമ്മൾ ആദ്യത്തെ ഡ്രാഫ്റ്റ് നല്ലപോലെ മനസ്സിരുത്തി സിൻസിയറായിട്ടാണ് എഴുതുന്നതെങ്കിൽ അതായിരിക്കും എപ്പോഴും കറക്റ്റ്. അത് നമ്മൾ ഈ ഇൻസെക്യൂരിറ്റി കൊണ്ടോ ഒബ്ജക്റ്റിവിറ്റിയോ നഷ്ടപ്പെടുന്നത് കൊണ്ടോ നമ്മൾ ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകളായിരിക്കും. ഇവിടെ ചെറിയൊരു ബാഡ്ജ് ഉണ്ട്, ഒരു ഗോൾഡൻ കളർ, ഒരു ചെറിയ ഓവൽ ഷേപ്പിൽ. എന്താ ശരിക്കും സാധനം? ശ്രദ്ധിച്ചു എന്നുള്ളത് ഇതിന്റെ എൻഡിങ് തന്നെയായിരുന്നു അതിന്റെ ഒരു ഹൈയും എന്നുവെച്ചാൽ ആ രണ്ടുപേരുടെ അതില് അത് കിട്ടിയപ്പോൾ ഉള്ള നമ്മുടെ സന്തോഷം നമുക്ക്. അപ്പൊ തന്നെ നമ്മൾ മ്യൂസിക് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ ഒരു സാധനം ഒരു മ്യൂസിക് നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന അതേ ഫീൽ തന്നെയായിരുന്നു അതിന്റെ എൻഡിങ്. ബിക്കോസ് രണ്ടുപേരുടെ ക്യാരക്ടറിന് ഒരു ക്ലോസ് ആണല്ലോ. കിഷ്കിന്ധയില് മനുഷ്യന്റെ സ്ട്രക്ചറും കുരങ്ങന്റെ സ്ട്രക്ചറും തമ്മിലൊരു സാമ്യമുണ്ട്. ഇവിടെയും മനുഷ്യന്റെ സ്ട്രക്ചറും മറ്റൊരു മൃഗത്തിന്റെ സ്ട്രക്ചറും തമ്മിൽ ഒരു ചെറിയ സാമ്യമുണ്ട്. കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ഒരുമിച്ച് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന കൗതുകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഡോഗിൻ്റെ കാര്യത്തിൽ ഈ ലോയൽറ്റി എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു പോയിട്ടുള്ളൊരു തീമാണ് ഡോഗുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ലോയൽറ്റി എന്ന് പറയുന്നൊരു വാക്ക് അതൊരു ഒരു അഡ്മിറേഷൻ പോലെയുള്ളൊരു ടോണിലും അതിനെ കാണാം, അതല്ലാതെ സ്ലേവറി എന്നുള്ളൊരു ടോണിലും കാണാം. ബാബുവിന്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ വായിച്ച് ഭയങ്കര ഹൈ വന്നിട്ട് പിന്നെ ഞാനും അഹമ്മദ് അല്ലെങ്കിൽ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും, നമ്മൾക്ക് മൈൻഡിൽ കിട്ടുന്ന ആ വിഷ്വൽ തന്നെ കിട്ടണമല്ലോ ഡോഗിൽ നിന്ന്. അപ്പൊ അതൊക്കെ ഭയങ്കരമായ എക്സ്പീരിയൻസ് ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റത്തില്ല. 10 ദിവസം തന്നെയാണ് ഇതിന്റെ. പക്ഷേ ബാബുൽ എവിടെയാണെന്ന് അറിയത്തില്ല. ഞാനും ബാബുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ബാബുൽ നമുക്ക് എഴുതാൻ പോവാന്ന് പറഞ്ഞിട്ട് അഹമ്മദിനെ പറഞ്ഞു പോയി. പിന്നെ ഞാനും അഹമ്മദും ഇങ്ങനെ എന്തായി അറിയില്ല. എൻ്റെ അച്ഛനൊക്കെ പറയും, നിന്റെ പടത്തിൽ CCTV ചെക്ക് ചെയ്യണ വിഷ്വൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ സൂം ചെയ്തേ പോസ് ചെയ്തേ ഈ 2 വാക്കുകൾ ഉപയോഗിക്കരുത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. കിഷ്കിന്ധ കാണ്ഡം എന്ന സിനിമയിൽ അന്വേഷണം ഒരു ട്രാക്ക് മാത്രമായിരുന്നു, പോലീസ് അന്വേഷണം. എന്നാൽ പോലീസ് അന്വേഷണം തന്നെ ഒരു കഥയാവുമ്പോൾ അതെങ്ങനെയായിരിക്കും ബാഹുലിൻ്റെ റൈറ്റിങ്ങിൽ ഉരുത്തിരിയാന്ന് വലിയ ആഗ്രഹവും പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. കേരള ക്രൈം ഫയൽസ് സീസൺ 2 കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അദ്ദേഹമാണ് നമ്മോടൊപ്പം ചേരുന്നത്, കൂടെ ക്യാമറമാൻ ജിതിൻ. നമസ്കാരം, കൺഗ്രാജുലേഷൻസ് സീസൺ 2. ബാഹുലിൻ്റെ ഒരു സിഗ്നേച്ചറായിട്ട് ബാഹുൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യമാണ്. അതായത് ഒരു വളരെ സിനിമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഓവർ ദി ടോപ്പ് ആവുന്ന ഒരു സീക്വൻസിനെ വളരെ ലോക്കലായി ഗ്രൗണ്ടഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യും. ഇവിടെയും അതുണ്ട്. അത് ബോധപൂർവം വരുന്നതാണോ അതോ ഒരു സീക്വൻസിനെ ആലോചിച്ചിട്ട് എങ്ങനെ ടോൺ ഡൗൺ ചെയ്യാമെന്ന് വിചാരിക്കുന്നതാണോ? ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന സീക്വൻസ് ബസ്സിലെ സീക്വൻസാണ്. എത്രമാത്രം പവർഫുള്ളാണ് ഒരു മനുഷ്യനെന്ന് കാണിക്കുന്നുമുണ്ട്, അറ്റ് ദ ടൈം അയാൾ എത്രമാത്രം ഗ്രൗണ്ടഡ് ആണെന്നും കാണിക്കുന്നുണ്ട്. അങ്ങനെ എഴുതുന്നതാണോ? അങ്ങനെ ആഗ്രഹിച്ച് ശ്രമിക്കുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് എങ്ങനെ ഒരുമിച്ച് ചേർക്കുമ്പോൾ എങ്ങനെ വരുന്നുള്ളത് അറിയാനുള്ളൊരു കൗതുകം അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ലൈക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ മൃഗങ്ങളെ യൂസ് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറയുമ്പോൾ അത് അതുമായിട്ട് ചേരാത്ത 2 ഘടകങ്ങളെ ഒന്ന് ഒരുമിച്ച് കോൺട്രാസ്റ്റ് ഒന്ന് ചെയ്യിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും. എന്നാൽ അത് കൺവെക്ഷനോടുകൂടി ചെയ്യണമെങ്കിൽ അതിനെ ഒന്ന് റൂട്ട് ചെയ്യിക്കണം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള രീതിയിലുള്ള അറ്റംപ്റ്റുകളാണ് നടന്നത്. നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ കുഞ്ഞുനാളിലൊക്കെ ആരെങ്കിലും കഥ പറഞ്ഞ് അമ്മയൊക്കെ കഥ പറഞ്ഞു തരുമ്പോൾ ഇപ്പോൾ അപ്പു അച്ചു എന്ന് പേരുള്ള 2 കുട്ടികളുണ്ടായിരുന്നു, 2 കൂട്ടുകാരുണ്ടായിരുന്നു, അവർ ഒരുമിച്ചായിരുന്നു സ്കൂളിലേക്ക് പോകാറ്, ഭയങ്കര സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വെയിറ്റിംഗ് ഫോർ ദാറ്റ് ഇൻസൈറ്റിംഗ് മൊമെന്റ്. ഇപ്പോഴും ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ് നടന്നിട്ടില്ല, ഓക്കെ ബാക്കി നടക്കട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റിംഗ്. നേരെ മറിച്ച് അപ്പു അച്ചു പേരുള്ള 2 കൂട്ടുകാരുണ്ടായിരുന്നു, അവർക്ക് പ്ലൂട്ടോ എന്ന് പേരുള്ളൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ മൊമെന്റ് തൊട്ട് ഞാൻ ഇന്ന. അപ്പൊ പറഞ്ഞാൽ ആ ഒരു കോൺട്രാസ്റ്റ്, ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റിംഗ് എലമെന്റ് വന്നു. ഇനി ഇവരുടെ ഒരുമിച്ചുള്ള ജേണി എങ്ങനെ, ഈ പ്ലൂട്ടോയ്ക്ക് ഇവരുടെ ലൈഫിൽ എന്താണ് റോള്, റെലവൻസ്, ഇവരുടെ ഒരുമിച്ചുള്ള ജേണി, അങ്ങനെ അതൊക്കെ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഒരുമിച്ച് ചേരുമ്പോഴുള്ള ഒരു പരിപാടിയാണല്ലോ. അതിന്റെ ഒരു കൗതുകവും ചെറുപ്പം തൊട്ടേ ഉണ്ട്. ഈ എളുപ്പമല്ല എന്ന് കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് അനിമൽസ് ഇൻവോൾവ് ആവുന്ന ഷൂട്ട് ഒരുപാട് ക്ഷമ വേണം. ആൻഡ് ഇവിടെ നമ്മൾ കണ്ടിടത്തോളം ആ അനിമൽസ് ഒന്നും അത്ര ട്രെയിൻഡായ അനിമൽസ് ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല ഇത് എങ്ങനെയാണെന്ന്. ഭയങ്കര ക്ഷമ വേണ്ടി വന്നോ ഷൂട്ട് ചെയ്യാൻ?
ആക്ച്വലി എല്ലാം നല്ല ട്രെയിൻഡ് ആണ്. 1 മാസം മുമ്പ് തന്നെ ട്രെയിനിങ് തുടങ്ങിയ ഒരു ജിതേഷ് ഏട്ടനാണ്, അവർക്കാണ് ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. എല്ലാം ട്രെയിൻഡ് ആണ്. ബിക്കോസ് നമുക്ക് തന്നെ ടെൻഷനാണ്. നമ്മൾ ആദ്യം ബാഹുലിന്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ വായിച്ച് ഭയങ്കര ഹൈ വന്നിട്ട് പിന്നെ ഞാനും അഹമ്മദ് ആലോചിക്കുന്ന ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും, ഇത്രയും ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുന്നുള്ള. അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ ഇതായിരുന്നു. പക്ഷെ ബിക്കോസ് അത് അമച്വറിഷായി ഇരിക്കാൻ പാടില്ലല്ലോ. സോ എല്ലാം ട്രെയിൻഡ് ഡോഗ്സ് ആണ്. എല്ലാം ഈവൻ എല്ലാ ഡോഗ്സും ട്രെയിൻഡ് ഡോഗ്സ് ആണ്. അപ്പം അത് പാടാണ്, നല്ല പണിയാണ്. ബിക്കോസ് ടേക്സ് കുറേ പോകാം. പിന്നെ നമുക്ക് ആരോടും ചൂടാരും ദേഷ്യപ്പെടാൻ പറ്റത്തില്ല. ഇത് കിട്ടുന്ന അനുസരിച്ച്. അപ്പം നമ്മൾ എപ്പോഴും ബഫറുണ്ട്. ഇന്ന് ഇത്രയും എടുത്തിട്ടില്ലെങ്കിൽ നാളെ കുറച്ചും കൂടെ നോക്കാം, ഇങ്ങനെ ബഫർ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് നമ്മുടെ ബഫറിന്റെ ആവശ്യം വന്നില്ല. എല്ലാം ഫസ്റ്റ് ഇതിൽ തന്നെ എല്ലാം ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവർ അഭിനയിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യന്മാര് അവർക്ക് ദേഷ്യം അവർ അഭിനയിക്കുമ്പോൾ. പക്ഷെ ഇവരെ വെച്ചാൽ ദേഷ്യം അഭിനയിക്കുമ്പോൾ അത് ഷൂട്ട് ചെയ്യുന്നത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? ഭയങ്കരമായിട്ട് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. സോ നമുക്കറിയാമല്ലോ, ഇപ്പൊ നമ്മള് വായിക്കുമ്പോൾ ബാഹുലിന്റെ സ്ക്രിപ്റ്റിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു എന്ന്. വായിക്കുമ്പോൾ കിട്ടും. പക്ഷെ അത് ചെയ്തു വരണമെങ്കിലേ നമ്മൾക്ക് മൈൻഡിൽ കിട്ടുന്ന ആ വിഷ്വൽ തന്നെ കിട്ടണമല്ലോ ഡോഗിൽ നിന്നും. അപ്പൊ അതൊക്കെ ഭയങ്കരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കത് കിട്ടുമ്പോൾ ഒരു ഹൈ ഉണ്ട്. അത് നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെയാണെന്നുള്ളത് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. ബാഹുൽ, ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകണമെങ്കിൽ മുമ്പ് വളരെ മൈന്യൂട്ടായ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ സാധാരണ പോലീസ് സീരീസിലോ പോലീസ് ഈ അടുത്തിറങ്ങിയ സിനിമകളിലോ ഒന്നും അത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതിൽ പ്രധാനപ്പെട്ട 2-3 പോലീസുകാരന്മാർ ഉപയോഗിക്കുന്ന അവരുടെ യൂണിഫോമിൽ ഇവിടെ ചെറിയൊരു ബാഡ്ജ് ഉണ്ട്, ഒരു ഗോൾഡൻ കളർ, ഒരു ചെറിയ ഓവൽ ഷേപ്പിൽ. എന്താ ശരിക്കും സാധനം? അത് സീസൺ 1 അത് സീസൺ 1 ഒരു ഇതാണ്. സീസൺ 1 ലാസ്റ്റില് ആ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് സീസൺ 1 ലാസ്റ്റില് മറ്റേ ഇത് കിട്ടുന്നുണ്ട് അവർക്ക്, മെഡൽ കിട്ടുന്നുണ്ട്. അതുള്ളവർ മാത്രമാണ്. അത് ആ ടീമിലുള്ള അവർക്ക് മാത്രമേ ഉള്ളൂ. ലാൽ സാറിനുണ്ട്, അജിച്ചേട്ടനുണ്ട്, സഞ്ജുവിനും ഉണ്ട്. അപ്പൊ നമ്മളത് ബിക്കോസ് നമുക്കത് അറിയാവുന്ന ഫസ്റ്റിനകത്തുള്ള സാറിന്റെ പേരെന്തായിരുന്നു, നമ്മുടെ വിജയ് ശങ്കർ സാറ് ഇപ്പോഴും അത് പുള്ളീന്റെ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് അത് ഉപയോഗിച്ചത്. അപ്പം പുള്ളി ഇപ്പോഴും യൂണിഫോമിൽ അത് വെക്കും. ബിക്കോസ് അവർക്ക് വലിയൊരു ഇപ്പം ആർമിക്കാര് മെഡൽ വെക്കുന്ന പോലെ അവരുടെ ഒരു അച്ചീവ്മെന്റ് പോലെയാണ്. അപ്പം അത് നമ്മൾ അതുകൊണ്ടാണ് അത് വെച്ചേക്കുന്നത്. ശ്രദ്ധിച്ചു എന്നത് എപ്പോഴും ബോധമുണ്ട് എന്തായിരിക്കും. വേറെ കാര്യോട് ചോദിച്ചോട്ടെ, നമുക്ക് മേജർ ഡീറ്റെയിൽസിലേക്കൊക്കെ വരാം. ശരിക്കും അങ്ങനെ ഒരാളെ ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാണ്ട് ട്രാൻസ്ഫർ വിത്തൗട്ട് പോസ്റ്റിംഗ് അങ്ങനെ സാധ്യമാണോ? സാധ്യമാണ്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലേ? ഇത് ഞാൻ കേൾക്കുന്നത് നമ്മുടെ ജോർജ് ജോസഫ് സാറിന്റെ അല്ല, ഇത് ഇതിനു വേണ്ടി റിസർച്ച് ചെയ്തല്ല. നമ്മൾ കാലാകാലങ്ങളായിട്ട് പല പരിപാടികൾ കാണുമ്പോഴും ആരുടെ ഇന്റർവ്യൂസ് കാണുമ്പോഴും അല്ല വാർത്തയിലോ പത്രത്തിലൊക്കെ കണ്ടുപോയ എവിടേക്ക് ഇൻഫർമേഷൻസ് കിടക്കണത് ആവശ്യ സമയത്ത് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഈ പർട്ടിക്കുലർ സാധനം ജോർജ് ജോസഫ് സാറല്ലേ, പുള്ളിയുടെ സഫാരിയുടെ ചരിത്രത്തിലൂടെ പുള്ളിക്ക് അതുപോലെ ഒരു അവസ്ഥയിൽ വന്ന് പുള്ളി പറയണ്ടതിൽ ട്രാൻസ്ഫർ വിത്തൗട്ട് പോസ്റ്റിംഗ് ആയ ഒരു സംഗതി. അന്ന് പോലീസുകാർ എയറിലാണെന്ന് പറയും എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയുന്നൊരു അത് എപ്പോഴോ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് കൗതുകമാണല്ലോ എന്ന് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു, അങ്ങനെ ഒരു പ്രയോഗമൊക്കെ. അപ്പൊ അത് പിടിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ പ്രയോഗങ്ങൾ നമുക്കും ഉള്ള സാധനം എന്ന് വെച്ചാല് ഇപ്പൊ ഇതൊരു സാധനം നമ്മൾക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ റിസർച്ച് ചെയ്തിട്ട് എഴുതാനുള്ള ഇതും ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. 10 ദിവസം തന്നെയാണ് ഇതിന്റെയും. പക്ഷെ ബാഹുൽ എവിടെയാണെന്ന് അറിയത്തില്ല. ഞാനും ബാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ബാഹുൽ നമുക്ക് എഴുതാൻ പോവാന്ന് പറഞ്ഞിട്ട് അഹമ്മദിനെ പറഞ്ഞു പോയി. പിന്നെ ഞാനും അഹമ്മദും ഇങ്ങനെ എന്തായി അറിയില്ല, നമ്മള് അറിയില്ലടാ, വിളിച്ചിട്ടില്ല. 9-10 ദിവസമായപ്പോ അഹമ്മദിക്ക വന്ന് വന്നിട്ട് സാധനം അയച്ചു. ഫുൾ സ്ക്രിപ്റ്റ് ബൗണ്ട് സ്ക്രിപ്റ്റ് ആവുന്നു. ഇതിപ്പോ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലേ ടൈപ്പിംഗ് ആണോ എഴുതുകയാണോ? ടൈപ്പ് ചെയ്യാണല്ലേ. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചോട്ടെ, അത് മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സ്റ്റീരിയർ, നൈറ്റ്, ഇതാണ് സിറ്റുവേഷൻ, ഇതാണ് സാഹചര്യം, പിന്നെ ഇപ്പോഴത്തെ ഡയലോഗ്സ്, അങ്ങനെയാണോ എഴുതുന്നത്? അങ്ങനെ തന്നെയാണ് ക്ലാസിക് റൈറ്റിംഗ് ആ ഫോർമാറ്റ്? ഓൾഡ് സ്കൂൾ റൈറ്റിംഗ് ഫോർമാറ്റ്. വ്യക്തത, അതിന് വ്യക്തത ഉണ്ടല്ലോ. കൂടുതൽ ആൾക്കാർക്കും വായിച്ചത് ശീലം. ഏത് ഫോർമാറ്റിൽ എഴുതിയാലും കണക്ക് തന്നെയാണ്, ഒരു ഡിഫറൻസ് ഇല്ല. കുറച്ചുകൂടെ വിഷ്വൽ സ്ക്രിപ്റ്റാ. ലൈക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടും. ലൈക്ക് വിഷ്വൽ എന്താന്നുള്ളത് ഭയങ്കര പെട്ടെന്ന് കിട്ടും. ശരി. അപ്പൊ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഡയലോഗ്സ് ഉള്ളൂ. അതിപ്പോ കിഷ്കിന്ധയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഡീറ്റെയിൽഡ് ആണ്. അതെ. വിഷ്വലി അത് ഭയങ്കര ഡീറ്റെയിൽഡ്. എന്നാൽ വളരെ കുറച്ച് ഡയലോഗ്സ് എഴുതുള്ളൂ തോന്നുന്നുണ്ട്. എനിക്കറിയില്ല എന്താ. കടപ്പാടിന് ചില സമയത്ത് ഒരു കുഴപ്പമുണ്ടെന്ന് പറയുന്ന സമയത്താണ് നമ്മൾ ശരിയല്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നമ്മൾ ആലോചിക്കുന്നത്. കാരണം നമ്മളും പലപ്പോഴും നമുക്ക് സമ്മതമില്ലാതെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരാറുണ്ട് ജീവിതത്തിൽ. അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. കടപ്പാടിനെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കിഷ്കിന്ധയൊക്കെ എഴുതിയപ്പോൾ ഞാൻ അത് 2 കോളം പോലും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. കിഷ്കിന്ധ ടൈപ്പ് ചെയ്തത് നമ്മൾ ബുക്ക്
പ്രിന്റഡ് ബുക്കാണല്ലോ നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ച് ചെറുപ്പം തൊട്ടേ ശീലമുള്ളത്, അപ്പോൾ പർച്ചേസ് ചെയ്ത് വാങ്ങിക്കണേ. അപ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റിൽ എന്നുള്ള രീതിയിൽ അങ്ങനെയായിരുന്നു ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ഷൂട്ടിങ്ങിന് മുന്നേയുള്ള ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ എഡീസിനൊക്കെ അവരുടെ കോസ്റ്റ്യൂം ആർട്ട് അല്ലെങ്കിൽ ചീഫ് ഇവർക്കൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അത് 2 കോൾ ആക്കുന്നതാണ് അവരുടെ വർക്ക് ഫ്ലോയ്ക്ക് എളുപ്പം. അപ്പോൾ പിന്നീട് അത് എനിക്കാണെങ്കിൽ ആ സമയത്ത് അത് 2 കോൾ ആക്കാൻ വേണ്ടി ഇരിക്കാൻ, അതൊരു ക്ലറിക്കൽ ജോബാണല്ലോ, അതിനിരിക്കാനുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല വേറെ പണിയായതുകൊണ്ട്. അപ്പോൾ ഒരു എഡിയുടെ ഒരു 2-3 ദിവസത്തെ അധ്വാനമായിരുന്നു അത് 2 കോൾ ആക്കാൻ വേണ്ടി, ഇത് കമ്പോസ് ചെയ്യാനും പരിപാടി 2 കോൾ ആക്കുക, എന്നിട്ട് അത് ഞാൻ പിന്നെയും ചെക്ക് ചെയ്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് എഴുതുന്ന സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞാൻ ഫുള്ളായിട്ട് എഴുതി കഴിഞ്ഞാൽ അത് ഇതേപോലെ ഒരു എഡിക്ക് അതൊരു എക്സ്ട്രാ പണിയായിരിക്കും, ചുവതലയായിരിക്കും. അതുകൊണ്ട് വേണ്ട, ഇപ്പോൾ പോകുമ്പോൾ തന്നെ ഞാൻ 2 കോൾ ആക്കിയിട്ട് പോകാം, എന്നാൽ പിന്നെ ഒരാളുടെ അധ്വാനം ഇപ്പോൾ കുറവ് മതിയല്ലോ എന്നിട്ട് ഇതിൽ അങ്ങനെ 2 കോൾ ആക്കിയത്. ഈ നൈറ്റ് സീക്വൻസിൽ ലൈറ്റ് അപ്പ് ചെയ്യുന്നതാണോ ശരിക്കും ഏറ്റവും ടഫ് ആയിട്ടുള്ളൊരു ഏരിയ? അല്ല, നൈറ്റാണ് ആക്ച്വലി ഈസി കമ്പാരിറ്റീവ്ലി. Okay. മറ്റേതാകുമ്പോൾ നമുക്ക് ഇതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ പ്രൊഡക്ഷനും കൂടെ ഉള്ളത് കൊണ്ട് അപ്പം നമുക്ക് ഏറ്റവും യൂസ് ചെയ്യാന്നുള്ള ടൈം യൂസ് ചെയ്യാന്നുള്ള. അപ്പം ചില സമയങ്ങളിൽ നമുക്ക് ആ വഴി ഇപ്പം സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതി വരുമ്പം ടോപ്പ് ലൈറ്റ് ഉള്ള സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്ര നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന സമയം. അതുകൊണ്ട് ആകുമ്പം നമുക്ക് അതൊരു പ്രശ്നം വരുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പറ്റുന്നത്രയും ആ സമയത്ത് ഷൂട്ട് ചെയ്യാതിരിക്കാൻ നോക്കുമല്ലോ. അപ്പം ആ കൺട്രോൾ ചെയ്യുന്നതിനെക്കാട്ടും എളുപ്പം ഇത് ഫുൾ നമ്മുടെ കൺട്രോളാണ്. നൈറ്റ് നമ്മളാണല്ലോ ലൈറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യാൻ എളുപ്പം നൈറ്റ് തന്നെയാണ്. എത്ര വേണമെങ്കിലും കൺട്രോൾ ചെയ്ത് ഷൂട്ട് ചെയ്യാമല്ലോ. അതിനകത്ത് അമ്പിളിരാജൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബസ്സിനകത്തൊരു രസമുള്ള ഒരു സീക്വൻസ് അല്ല, മൊത്തമായുള്ള ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതും ആ ബസ്സിനകത്ത് വെച്ചാൽ. പക്ഷേ അതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം എന്തോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, വരാൻ പോകുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം ആലോചിക്കുന്നു, ഉറങ്ങുന്നു, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അതിനകത്ത്. ആ ഷൂട്ട് ചെയ്യുന്നതിന് മൊത്തം ഉണ്ടായിരുന്ന ബ്രീഫ് എന്തായിരുന്നു? അത് എനിക്കൊരു മാസ് സീനാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ അത് വളരെ സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പുള്ളിന്റെ പിന്നെ ലാസ്റ്റ് ഒരു ട്രാക്ക് മാത്രമാണ്. നമ്മൾ മൂവിംഗ് ബസ്സിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു വൺ ഡേ സാധനമായിരുന്നു. അപ്പം അങ്ങനെ മൂവിംഗ് സാധനത്തിൽ ചെയ്യണമെന്നുള്ളൊരു ഹൈ ഒന്നുമില്ല. പക്ഷെ ആ സീൻ ഭയങ്കര പുള്ളീന്റെ ഒരു ഗ്രാഫ് മനസ്സിലാകുന്ന ഒരു സീനാണല്ലോ. അതിൽ പുള്ളീന്റെ പവർ എത്ര മാത്രം ഉണ്ടെന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ. അപ്പൊ നമ്മൾ അതിനകത്ത് പുള്ളിയുടെ പെർഫോമൻസും പരിപാടികളിലായിരുന്നു നമ്മുടെ കുറച്ചുകൂടെ ഹൈയും കാര്യങ്ങളും. ബാക്കിയൊക്കെ സിമ്പിൾ ഈസി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ആ ട്രാക്ക് പിന്നെ മോട്ടറൈസ്ഡ് സാധനത്തിലാണ് ചെയ്തത്. അങ്ങനെയൊക്കെ ചെയ്ത്. ഒരുപാട് പത്രം വായിക്കുമോ? അത് ഓരോ ദിവസത്തെ കൂടുതലിരിക്കും. അതായത് നമ്മള് പത്രത്തിൽ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പത്രത്തിലായിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ അധികം, അതിന്റെ ഒരു ഫോളോ അപ്പ് പോലെയൊക്കെ ഉണ്ടാവുക. ന്യൂസിൽ എപ്പോഴും എന്താണോ കത്തി നിൽക്കുന്നത് അത് വരിക എന്നുള്ളതല്ലേ ന്യൂസിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഇപ്പൊ പോലീസ് ആത്മഹത്യകളെ പറ്റിയിട്ടുള്ള അതിന്റെ പറ്റിയിട്ടൊരു വരി വരുന്നത്, അല്ലെങ്കിൽ ഡോഗ്സിനെ മറ്റു രീതികളിൽ ഉപയോഗിക്കുന്ന സീരിയൽ കില്ലേഴ്സിന്റെ ഒരു ഏരിയ വരുന്നത്, ഇതൊക്കെ ന്യൂസിൽ പലപ്പോഴും ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ്. അതങ്ങനെ പ്ലേസ് ചെയ്യാൻ അങ്ങനെ ആലോചിച്ച് ന്യൂസ് വായിച്ചതിന്റെ ഒരു ഇമ്പാക്ട് കൊണ്ട് വന്നായിരിക്കോ? അല്ലല്ല, അത് ഫിക്ഷൻ എന്നുള്ള രീതിയിൽ തള്ളിയതാണ്. ന്യൂസ് പത്രമൊക്കെ സ്ഥിരമായിട്ട് വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ആക്ച്വലി നല്ല തന്നെയാണ്, അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ മടി കൊണ്ടും കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ റെഗുലർലി വായിക്കും. വീട്ടിൽ പോയി കഴിഞ്ഞാൽ അതിനൊരു സമയം രാവിലെ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇവിടെയൊക്കെ ഈ പരിപാടിയായിട്ട് നടക്കുമ്പോൾ അതെപ്പോഴും അങ്ങനെ. പിന്നെ മേജർ ന്യൂസുകൾ മാത്രം എങ്ങനെയെങ്കിലൊക്കെ നമ്മളിലേക്ക് എത്തും. ലൈക്ക് ഫോണിലെ ഡെയിലി കണ്ട് വഴിയോ ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ എന്തെങ്കിലും അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ നമ്മൾ വെറുതെ ചർച്ച ചെയ്യല്ലോ, അങ്ങനത്തെ ഉണ്ട്. പക്ഷേ ബാഹുലി അനിമൽസിനോടുള്ള ഫാസിനേഷൻ എപ്പോഴാണ് തുടങ്ങിയത്? അതായത് ഈ ഏതെങ്കിലും ഒരു അനിമലിനെ എടുത്തിട്ട് അതെന്തെങ്കിലും ഒരു വിധത്തിൽ മനുഷ്യനായിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കിഷ്കിന്ധയിൽ മനുഷ്യൻ്റെ സ്ട്രക്ചറും കുരങ്ങൻ്റെ സ്ട്രക്ചറും തമ്മിലൊരു സാമ്യമുണ്ട്. ആ സാമ്യ സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇവിടെയും മനുഷ്യൻ്റെ സ്ട്രക്ചറും മറ്റൊരു മൃഗത്തിൻ്റെ സ്ട്രക്ചറും തമ്മിൽ ഒരു ചെറിയ സാമ്യമുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആവുന്നുണ്ട്. ഈ സീരീസിൻ്റെ ഭയങ്കര ബ്രേക്കിംഗ് പോയിന്റ് അതാ. ഇത് ഈ സിമിലാരിറ്റി എവിടെ നിന്നാണ് കിട്ടുന്നത്? സിമിലാരിറ്റി അങ്ങനെ ആലോചിക്കുന്നല്ല ഇഷ്ടം. ഒന്ന് ഈ പറഞ്ഞ ഇഷ്ടം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ് ഒരുമിച്ച് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന കൗതുകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമ്മ കഥ പറഞ്ഞു തരുമ്പോൾ അതിലൊരു പട്ടിക്കുട്ടിയോ ഒരു പൂച്ചക്കുട്ടിയോ ഉണ്ടെങ്കിൽ, അല്ല അവർ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അതുവരെ ഉറങ്ങിക്കൊണ്ടിരുന്ന നമ്മൾ എന്നിട്ട് നമ്മൾ ചോദിക്കും. അപ്പോൾ ആ ഒരു കൗതുകം തന്നെ ആ കുട്ടിയുടെ മനസ്സാണ് ഇപ്പോൾ ചിലപ്പോൾ റെസണേറ്റ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അത്. പക്ഷെ അതിന് ഈ സയൻസിന്റെ ബാക്കിങ് കൂടി ഉണ്ട്. എനിക്ക് അതാ ഭയങ്കര രസമായിട്ട് തോന്നിയത്. കാരണം
പക്ഷെ മനുഷ്യന്റെ സ്ട്രക്ചർ വേറൊരു ജീവിയുടെ സ്ട്രക്ചർ തമ്മിൽ ഈ സാമ്യങ്ങൾ വരുന്നുണ്ടല്ലോ, സംഭവിച്ചു പോകുന്നതാണല്ലേ? ഇങ്ങനെ അറിയാം. എഴുതി വരുമ്പോ പ്ലാൻഡ് അല്ല, പോയി വരുമ്പോൾ സിറ്റുവേഷൻ പ്രകാരം അങ്ങനെ അതിങ്ങനെ ആക്കാം അല്ലേ, എന്ന് ഇങ്ങനെ ഡയലോഗ് പറയാം അല്ലേ എന്നൊക്കെ വെച്ചിട്ട്. പിന്നെ ഡോഗിൻ്റെ കാര്യത്തിൽ ഈ ലോയൽറ്റി എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു പോയിട്ടുള്ളൊരു തീമാണ് ഡോഗുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ലോയൽറ്റി പല രീതിയിൽ നമുക്ക് തിരിച്ചു മറിക്കാം. ആ ലോയൽറ്റി പോസിറ്റീവായിട്ട് നമുക്കതിനെ ജഡ്ജ് ചെയ്യാം. അത് ഡിപ്പെൻസ് ആണ് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ. ലോയൽറ്റി എന്ന് പറയുന്നൊരു വാക്ക് അതൊരു ഒരു അഡ്മയറേഷൻ പോലെയുള്ളൊരു ടോണിലും അതിനെ കാണാം, അതല്ലാതെ സ്ലേവറി എന്നുള്ളൊരു ടോണിലും കാണാം. അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ വശങ്ങൾ ആരോപിക്കാൻ പറ്റുന്നൊരു വാക്കാണ് ലോയൽറ്റി പരിപാടികളൊക്കെ. ഈ ഡോഗ്സിന് റിട്ടയർമെന്റ് ഹോം ഉണ്ട്, അതെങ്ങനെ മനസ്സിലായി? അത് ഈ പറഞ്ഞ പോലെ ഏതോ ഒരു കാലത്ത് യൂട്യൂബിലോ അല്ല യൂട്യൂബിലോ എങ്ങാണ്ടെന്ന് തോന്നുന്നു അങ്ങനെ കണ്ടാണ്. നമ്മൾക്കും ഇതായിരുന്നു, ഇത് നമുക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പോയി അങ്ങനെ സ്ഥലം കണ്ടു. അവിടെ ഉണ്ട് കുറെ ഡോഗ്സ് അങ്ങനെ ഉണ്ട്. അവിടുത്തെ ഡോഗ്സും അപ്പൊ ഓരോ ഡോഗ്സിനും അവർ സംസാരിക്കുമ്പോ ഇപ്പം റിട്ടയർഡ് ഡോഗ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അവർ ഭയങ്കര അവർക്കൊക്കെ ഭയങ്കര ഇപ്പൊ ആകെ വയ്യാതെ മൂവ് ചെയ്യാൻ പോലും പറ്റാത്ത ഓരോ ഡിസീസ് ഒക്കെ വന്ന് ഭയങ്കര ഇതാണ്. അവർ ഭയങ്കര അറ്റാച്ച്ഡും ആണ് അവിടുത്തെ. അവരും അതിനെ നോക്കാനൊക്കെ ആൾക്കാരും വെച്ചാൽ അത് ജോബ് പോലെയല്ല കാണുന്നത് അവിടുത്തെ ആൾക്കാരെ. ബിക്കോസ് അനങ്ങാൻ പോലും പറ്റാത്ത ഡോഗ്സ് ഉണ്ട് അവിടെ. അതിനകത്ത് നമ്മളവിടുന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയപ്പോൾ ഓരോ ഡോഗിൻ്റെ ഓരോ കണ്ടീഷനില്ല. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞ ഡയലോഗാണ്, കുറച്ച് ഡോഗ് ബ്ലൈൻഡോ, കുറച്ചൊന്നും കണ്ണ് കാണത്തില്ല, കുറച്ചെണ്ണം പിന്നെ പരിക്ക് പറ്റിയതൊക്കെ ഉണ്ട്, ഹാൻഡിക്യാപ്ഡൊക്കെ ഉണ്ട് എന്നൊക്കെ പുള്ളി പറഞ്ഞ അതേപോലെ സിറ്റുവേഷൻ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് പറഞ്ഞ ഡയലോഗാണ് ഇതിൽ ഷാജുബായ് എന്നുള്ള ക്യാരക്ടർ അവിടെ പറയണം. നമുക്കൊക്കെ പ്രായമുള്ള അവസ്ഥ തന്നെ എന്താ പറയുന്നത്. ഇപ്പം നമ്മൾ ചില സിനിമകളിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിനെ അങ്ങനെ കാണിക്കില്ല. ഇപ്പോൾ ക്യാരക്ടറിനുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഷോട്ടൊക്കെ ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ 500 ഭാര്യയെ നമ്മളാരും കണ്ടിട്ടില്ല, പക്ഷെ 500 ഭാര്യ നമുക്കൊരു ക്യാരക്ടറായിട്ട് എവിടെയോ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കോരസാറുണ്ടല്ലോ മറവത്തുർക്കാനവർ, അതുപോലെ ഇതിനകത്ത് 2 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഇതിലെ ആൻറ്റഗോണിസ്റ്റ് എങ്ങനെ ഇത് ചെയ്തതെന്ന് കാണിച്ചിട്ടില്ല. രണ്ടാമത്തേത്, ഈ ആൻറ്റഗോണിസ്റ്റിൻ്റെ അച്ഛൻ്റെ ഒരു മൊത്തം രസമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടായിരുന്നു. അത്രയും മറ്റ് കാര്യങ്ങളെല്ലാം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അയാളെയും നിങ്ങൾ കാണിച്ചിട്ടില്ല. ഇത് ബോധപൂർവം ചെയ്തതാ? അതെ, അത് അങ്ങനെ ഒരു താല്പര്യം, അപ്പം അങ്ങനെ ചെയ്യാൻ തോന്നി. ഇൻഡ്യൂഷൻ്റെ പുറത്ത് അങ്ങോട്ട് ഇൻഡ്യൂഷനിൽ ട്രസ്റ്റ് ചെയ്ത് അങ്ങനെ പോയി എന്നുള്ളൂ. പക്ഷെ എപ്പോഴെങ്കിലും ഇവിടുന്ന് പ്രൊഡക്ഷനിൽ നിന്നോ അല്ലെങ്കിൽ അഹമ്മദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി നമുക്ക് ഷൂട്ട് ചെയ്യാന്നോ? ഇല്ല ഒരിക്കലും ഇല്ല. അവര് അതന്നെ അവർ ബൈ ചെയ്തായിരുന്നു, അത് മതിയിടാന്ന് പറഞ്ഞ രീതിയിൽ. ഇൻഫാക്ട് ഏതെങ്കിലും ഇപ്പം നമുക്കിപ്പോൾ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇംപ്രവൈസ് ചെയ്യാൻ തോന്നില്ല. ഷൂട്ട് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇൻസെക്യൂർഡ് ആവുകയും ചെയ്യും. ഇങ്ങനൊരു ഡയലോഗ് കൂടെ ചേർക്കണോ എന്നൊക്കെ, ഇതും കൂടെ ചേർത്താലോ കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നുമായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ട് ഞാൻ അഹമ്മദ്ക്ക് എടുത്ത് നമുക്ക് ഇങ്ങനെയും കൂടെ വേണോ എന്ന് ചോദിച്ചാൽ അഹമ്മദ് പറഞ്ഞു വേണ്ട, നീ എന്താണോ ആദ്യം എഴുതി വായിച്ചത് നമുക്ക് അത് തന്നെ അതിൽ തന്നെ ട്രസ്റ്റ് ചെയ്ത് പോകും, അത് മതി, അതിനപ്പുറത്തേക്ക് അത് തന്നെ നല്ലത്, ഇതിങ്ങനെ ആക്കിയിട്ട് നമ്മളിങ്ങനെ ആക്കണ്ട കളയണ്ട എന്നുള്ള രീതിയിലൊക്കെ അഹമ്മദ്ക്ക് പറയാം. അങ്ങനത്തെ ഒരു ഡയറക്ടറെ കിട്ടുക എന്നുള്ളത് വേറെ കുറിച്ച് അത് എഴുതേണ്ടി വന്നതിന് ചിലപ്പോ അല്ലേ? ഡയറക്ടർ വേറെ രീതിയിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇത് അങ്ങനെയുള്ള ഇത് ഫസ്റ്റ് പ്രൊജക്ട് ഫോം ചെയ്തിട്ട് പിന്നെയാണല്ലോ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എംപ്ലോയ്മെന്റ് പോലെയാണല്ലോ ഇതിലുള്ളത്. അല്ലാതെ മറ്റു സിനിമ പോലെ നമുക്ക് അങ്ങനെ ഫ്രീഡം ഇല്ലല്ലോ. അത് ഇങ്ങനെയാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യേണ്ടത് പറയാൻ പറ്റും. ഇതെങ്ങനെയാണോ ഹോട്ട്സ്റ്റാറിന് എങ്ങനെയാണോ താല്പര്യം, അഹമ്മദ്ക്ക് എങ്ങനെയാണോ താല്പര്യം, അതിനനുസരിച്ച് തന്നെ വന്നല്ലേ പറ്റുള്ളൂ. അപ്പം ഭാഗ്യവശാൽ അവരുടെ നല്ല മനസ്സുകൊണ്ട് അവർക്ക് ഒക്കെ ഓക്കെ ആയിരുന്നു. മാറ്റാനൊന്നും പറഞ്ഞില്ല. ഈ പറഞ്ഞത് ഇനി മാറ്റണം, എൻ്റെ ഇൻസെക്യൂരിറ്റി കൊണ്ട് ഞാൻ മാറ്റണം എന്നുള്ള എൻ്റെ പൊട്ട ഐഡിയയും കൊണ്ട് പോകുമ്പോൾ വേണ്ട അത് മണ്ടത്തരമായിരിക്കും, നമുക്ക് ഇത് തന്നെ ആദ്യം എഴുതി തന്നെ കറക്റ്റ് എന്ന് പറയാം. എൻ്റെ അടുത്ത് കൂട്ടായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കിഷ്കിന്ധയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഏതോ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ രാവിലെ ഞാൻ പാഡ് വാങ്ങിച്ചിട്ട് ഏതോ ഒരു ഡയലോഗിൽ ഒരു അഡീഷണൽ ലൈനും കൂടെ കൂട്ടിച്ചേർത്തു ഫോർ മച്ച് ബെറ്റർ ക്ലാരിറ്റി എന്നുള്ള രീതിയിൽ. എൻ്റെ കുട്ടേട്ടൻ വന്നിട്ട് ഇത് വായിച്ചു നോക്കുമ്പോൾ ഈ ലൈൻ കണ്ടു, ഇതെന്തിനാ ഈ ലൈൻ എന്ന് ചോദിച്ചു. നോട്ടേട്ടാ അതിങ്ങനെ കുറച്ചും കൂടെ ആൾക്കാർക്ക് അത് വേണ്ട, ഒന്നും വേണ്ട, എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അത് തന്നെ മതി, അതിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടു. എന്നിട്ട് ആ ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് എന്നെ എടുത്തിട്ട് വിളിച്ചു പറഞ്ഞു, അതെ നമ്മൾ ആദ്യത്തെ ഡ്രാഫ്റ്റ് നല്ലപോലെ മനസ്സിരുത്തി സിൻസിയറായിട്ടാണ് എഴുതുന്നതെങ്കിൽ അതായിരിക്കും എപ്പോഴും കറക്റ്റ്. പിന്നീട് നമ്മൾ അതിൽ വരുത്തുന്ന മാറ്റങ്ങളും ഇംപ്രൊവൈസേഷൻസും നിങ്ങൾ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും ഇതിനെ കുഴിച്ചടിക്കും. അത് നമ്മൾ ഈ ഇൻസെക്യൂരിറ്റി കൊണ്ടോ ഒബ്ജക്റ്റിവിറ്റിയോ നഷ്ടപ്പെടുന്നത് കൊണ്ടോ നമ്മൾ ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകളായിരിക്കും. അപ്പോൾ അതിലേക്കൊന്നും പോകണ്ട. ആദ്യത്തെ എഴുത്ത് നിങ്ങൾ എപ്പോഴും മനസ്സിരുത്തി അങ്ങ് എഴുതിയാൽ മതി. ആദ്യം എഴുതുന്ന ഡ്രാഫ്റ്റ് അത് കറക്റ്റായിരിക്കും, അത് തന്നെ വിശ്വസിച്ച് പൊക്കോളൂ. എന്നിട്ട് കുട്ടേട്ടൻ എക്സാക്ട്ലി ഇതല്ല ഡയലോഗ്സ്, പക്ഷെ ഇതായിരുന്നു പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത മീനിങ്.
ഇപ്പം ഞാനത് എപ്പോഴെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഷൂട്ടിൻ്റെ ഇടയിലായാൽ പോലും ഞാനിങ്ങനെ ജോബി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടർ, ഞങ്ങളുടെ സുഹൃത്ത് KCF ഉണ്ടായിരുന്നു. KCF നിന്ന് എനിക്ക് അവനെ കിട്ടിയത്. ഞാൻ അവൻ അങ്ങനെ ഈ പടത്തിലും കൂടെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇങ്ങനത്തെ എന്തെങ്കിലും എനിക്ക് ഇമ്പ്രൂവൈസ് ചെയ്യണമെന്നുള്ളതൊക്കെ ഇമീഡിയറ്റ്ലി അവൻ്റെ അടുത്ത് ബൗൺസ് ചെയ്യും. എടാ ഈ ഡയലോഗ് ഇങ്ങനെ ആക്കണോ? അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ജോബി എടാ ഈ ഡയലോഗ് ഇങ്ങനെ ആക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ജോബി ഇങ്ങനെ ആലോചിക്കായിരിക്കും. അപ്പം ഞാൻ തന്നെ പറയും വേണ്ട കൂട്ടേട്ടൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇതാണ് കറക്റ്റ്. എനിക്കിത് 2 പടങ്ങളായിട്ട് പെട്ടെന്ന് കണക്ട് ആയി ബാബുല. ഒന്ന് മെമ്മറീസ് ഓഫ് മർഡറും, ഒന്ന് ഡാർക്ക് നൈറ്റും. കാരണം ജോക്കർ എന്തുകൊണ്ട് ജോക്കറായാലും നമുക്ക് ഇപ്പോഴും കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ ഒന്നും ഇല്ല. പല പല തിയറീസ് അത് പറഞ്ഞുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ മെമ്മറീസ് ഓഫ് മർഡറിൽ നമ്മളാണല്ലോ അതൊക്കെ ചെയ്തത്. അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് അതിനകത്ത്. അതായത് ഇത് ഓപ്പൺ ക്ലൈമാക്സ് അല്ല, അതായത് ഓപ്പൺ ആയിട്ടുള്ള ഒരു കഥയല്ല, എന്നാലും ഇത് മൊത്തം ക്ലോസ് ആയിട്ടുള്ള ഒരു കഥയല്ല. അതിന്റെ 2 നടുക്കാ നിൽക്കുന്നത്. അങ്ങനെ ഫീൽ ചെയ്തിരുന്നു വായിച്ചു കഴിഞ്ഞപ്പോ. പിന്നെ നമുക്ക് ഇത് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ എൻഡിങ് തന്നെയായിരുന്നു അതിന്റെ ഒരു ഹൈയും. എന്നുവെച്ചാൽ ആ 2 പേരുടെ അതില് അത് കിട്ടിയപ്പോൾ ഉള്ള നമ്മുടെ സന്തോഷവും നമുക്ക്. അപ്പൊ തന്നെ നമ്മൾ മ്യൂസിക് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ ഒരു സാധനം ഒരു മ്യൂസിക് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ട് അത് കാണുമ്പോൾ നമുക്ക് നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന അതേ ഫീൽ തന്നെയായിരുന്നു അതിന്റെ എൻഡിങ്. 2 പേരുടെ ക്യാരക്ടറിന് ഒരു ക്ലോസ് ആണല്ലോ. ക്ലൈമാക്സിൽ ടൈലൻഡിലത്തെ ആ പർട്ടിക്കുലർ മൊമെന്റ് അതിന് റെലവൻസ് ഒരുപാട് അതിന് മുന്നേ നമ്മൾ ഒത്തിരി സ്പൂൺ ഫീഡ് ചെയ്ത് എല്ലാം എക്സ്പോസ് ചെയ്തിരുന്നെങ്കിൽ ആ ടൈലൻഡിന് റെലവൻസ് ഇല്ലാണ്ടാവും. ഇപ്പൊ ആ ടൈലൻഡ് സൈസ് ഇറ്റ് ഓൾ, ദാറ്റ് സ്മൈൽ സൈസ് ഇറ്റ് ഓൾ എന്ന് പറയുന്ന പോയിന്റിൽ തന്നെ ഞങ്ങൾക്ക് ഇത് കൺക്ലൂഡ് ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഓവർ ഫീഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളിലൊന്നും കൺഫ്യൂഷൻ ഇല്ലായിരുന്നു, ഡൗട്ടില്ലായിരുന്നു. അങ്ങനെ തന്നെ ഞങ്ങൾ വെച്ച്. ഇതിൽ ചിരിക്കാനുള്ളൊരു മൊമെന്റ്സ് വളരെ കുറവാണെങ്കിൽ ഞാൻ ഒരുപാട് പൊട്ടിച്ചിരിച്ചത് എനിക്കത് ഭാവന്റെ റൈറ്റിംഗിന്റെ ബ്രില്യൻസ് ആലോചിച്ചിട്ടാണ് ചിരി വന്നത്. ഒരുപാട് പട്ടികളുണ്ട് ഒരു സ്ഥലത്ത്. അവിടെ നിന്ന് ഒരു മനുഷ്യൻ വരും, ആ മനുഷ്യൻ എല്ലാരും കൂടിയിട്ട് പട്ടിന്ന് കളിക്കുക. അത് അടിപൊളി സാധനം. അതിന്റെ റൈറ്റിംഗിലേക്ക് എങ്ങനെയാണെന്ന് പറയാം. അങ്ങനത്തെ ആളുകളോട് ഒരു വിരോധം തോന്നിയിട്ടുണ്ടായിരുന്നു മുമ്പേ? നമുക്കായാലും നമ്മളിങ്ങനെ നമ്മളാണെങ്കിൽ അങ്ങനെ സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വായിന്ന് അങ്ങനെ വീണു പോകും. പിന്നെ അത് അജിച്ചേട്ടൻ പെർഫോം ചെയ്തിരിക്കുന്ന ആ ഒരു ഇതും ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുള്ളി ചെയ്തോണ്ടാണ് ഇപ്പൊ വിഷ്ണുവിന്റെ ചിരിക്കുന്നത്. ഈ നമ്മൾ പലപ്പോഴും പല വലിയ ചില സിനിമാറ്റോഗ്രാഫേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സിന്റെ ചില സിനിമകൾ കാണുമ്പോൾ പോലും അവിടെ CCTV വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ ചില വിഷ്വൽസ് കാണിക്കുക. അത് ശരിക്കും സിനിമയുടെ വിഷ്വലായിട്ട് തന്നെ അവർ കാണിക്കുക. അതെന്താ ആ ഒരു ലോജിക്കൽ മിസ്റ്റേക്ക് അവർ വരുത്തണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് CCTV വിഷ്വൽസ് ഏകദേശം അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു പ്രിസിഷൻ വേണം, അത് നിർബന്ധമായിരുന്നു. മൊബൈല് വരെ ഷൂട്ട് ചെയ്യാന്നുള്ള ഇതിലായിരുന്നു. ഇത് അത്രയും ക്ലാരിറ്റികളിന് മതിയല്ലോ, പെട്ടെന്ന് അടിക്കുമല്ലോ നമുക്ക്. ആ വിഷ്വല് എല്ലാ നോർമൽ ഓഡിയൻസിന് മനസ്സിലാവും. അതൊക്കെ മറ്റേ നമ്മുടെ ചെറിയ DSLRസിലാണ് ഷൂട്ട് ചെയ്തത്. നമുക്ക് ആ ക്വാളിറ്റി കുറയ്ക്കുക, കൂടുതൽ നോയ്സ് വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാം. അതെ, നമുക്ക് എന്തായാലും കണ്ടന്റ് മനസ്സിലാവും, കാണാമല്ലോ, നമുക്ക് കാണാമല്ലോ. അപ്പം നമുക്ക് എന്തിന് മറ്റേ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ആവശ്യമില്ലാതെ ഇടയ്ക്കൊരു പെട്ടെന്ന് മനസ്സിലാവും, അതിന്റെ ആവശ്യമില്ല. ഈ നമ്മുടെ ആക്ച്വൽ കേരള പോലീസ് വളരെ ഇപ്പൊ അതിൽ തന്നെ പറയുന്ന പോലെ കുറച്ച് അൺഓർത്തഡോക്സ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു സ്ക്രൂവിൽ നിന്ന് ഒരു മർഡർ മൊത്തം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചൊരു കഥയുണ്ട്. അല്ലെങ്കിൽ ഒരു പൂച്ചയെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ആ പൂച്ച പോയിൻസിഡന്റ് ആയതിന്റെ പിന്നിലെ കഥ അന്വേഷിച്ച് പോയ പോലീസുകാരുണ്ട്. അങ്ങനത്തെ ഒരു അൺഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇതിനകത്ത് ചെയ്യുന്നുണ്ട്, ഒരു റിവേഴ്സ് മാപ്പിംഗ് പോലൊരു കാര്യം. അത് ശരിക്കും അതല്ലേ ആക്ച്വൽ കേസിന് ഇൻസ്പയർഡാ? അല്ല, അത് വെറുതെ തള്ളിയതാ. പക്ഷെ അത് ഞങ്ങൾക്ക് ഭയങ്കര ഹൈ വന്നൊരു സീക്വൻസ് ആയിരുന്നു. അത് കണ്ടപ്പോ നമ്മള് വായിക്കുമ്പോഴും പറയുമ്പോഴും നമ്മളാണെങ്കിൽ അത് എന്തായാലും ഒരു പരിപാടി ആയിരിക്കും എന്ന് നമുക്ക് അപ്ലൈ ഇതുണ്ട്. നമുക്ക് ഇതുവരെ കാണാത്തൊരു സീക്വൻസ് തന്നെയായിരുന്നല്ലോ. ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല. അപ്പൊ നമുക്കത് തന്നെ ഒരു ഇതായിരുന്നു. പിന്നെ അതിനകത്തുള്ള പട്ടീന്റെ ഇതും അവന്റെ ഒരു പരിപാടിയും അടിപൊളിയായിരുന്നു. അവനെ ഷൂട്ട് ചെയ്യാനുള്ള ഗംഭീര ഒരു പെർഫോമർ തന്നെയാണ്. മാസ്ക് എന്ന പേര് അതിന്റെ. പിന്നെ ഈ സങ്കേതങ്ങളെ ഈ പറഞ്ഞൊരു ടെംപ്ലേറ്റ് സിനിമാ ഗ്രാമറിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് പടങ്ങളുടെ ജനറിക് ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ആർക്കിടൈപ്പിൽ ഫോളോ ചെയ്തു വരുന്ന സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെ പറ്റുന്നിടത്തോളം എങ്ങനെ ട്വീക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തെ ഒരു കഥ പറയുമ്പോൾ ഒരിക്കലും അതിൽ CCTV ഒളിച്ചു നിർത്താൻ പറ്റില്ല. പോലീസ് പ്രൊസീജിയേഴ്സിൻ്റെ ഇവിടെ ഭാഗമാണ്. പക്ഷെ അത് റെഗുലർലി കാണുന്ന പോലെ വണ്ടിയുടെ നമ്പർ ചെക്ക് ചെയ്യാനോ ആ വണ്ടി ആ സമയത്ത് പാസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനോ അങ്ങനെയുള്ളതായിട്ടാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. എനിക്ക് ഈ സങ്കേതം പടത്തിൽ ഉപയോഗിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പോലീസുകാർ എന്തുകൊണ്ട് ഇതിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതും ചോദ്യം വരും. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഗതികേട് പോലെയാണ് ഞാൻ പാലിക്കണത്. ഈ സങ്കേതം ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ഇപ്പോൾ ഗതികേടാണ്, കാലഘട്ടത്തിന്റെ ഗതികേടാണ്.
എന്നാൽ അത് എങ്ങനെ ഒറിജിനലായിട്ട് ചെയ്യാം, നമ്മുടെ അടിക്കാനും എന്ത് ട്വീക്ക് എന്ത് ക്വേക്ക് അതിൽ കൊടുത്തിട്ട് ഒരു തോന്നിവാസം കാണിക്കാന്നുള്ളതായിരുന്നു ഒരു ഇത്. ഫസ്റ്റ് തോട്ട് അതായിരിക്കുമല്ലോ, ഒരു സ്ഥലം നടന്നു കഴിഞ്ഞാൽ CC ക്യാമറ എടുക്കൂ എന്നുള്ളതായിരിക്കുമല്ലോ ഫസ്റ്റ് തോട്ട്. അതെങ്ങനെ വേറൊരു രീതിയിൽ യൂസ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ഞാൻ ക്രൈം ത്രില്ലേഴ്സ് എഴുതുന്ന ആളുകളോടൊക്കെ ചോദിക്കാറുണ്ട് CCTV നിങ്ങൾക്ക്. അപ്പൊ ചില സമയത്ത് CCTV ഒരു കീറാമുട്ടിയാവും, കാരണം അവിടെ CCTV ഇല്ലേ. പിന്നെ ഒരു അഡീഷണൽ ഡയലോഗ് ചിലപ്പോൾ പലപ്പോഴും പടത്തി വരും, അവിടുത്തെ CCTV ഒന്നും മാർക്കിംഗ്. അപ്പൊ അത് കൃത്യമായിട്ട് അതിൻ്റെ അടുത്ത് ഇൻക്ലൂഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധി വേണ്ട ഒരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അത് നമുക്കായാലും അത് കാണുമ്പോൾ അത്തരം സിറ്റുവേഷനുകൾ വരുമ്പോൾ ഒരു പുതുമ ഇല്ലാത്ത പോലെ ചിലപ്പോൾ നമുക്ക് എല്ലാ പടങ്ങളിലും അതൊരു മാൻഡേറ്ററി ഒബ്ലിഗേഷൻ പോലെയാണ് ആ സീക്വൻസും അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയും ഒരു കോൺവെർസേഷനും വരിക. അപ്പം അതിലുള്ള നിർബന്ധമായിട്ടും വരുന്ന ചില ഡയലോഗുകൾ ആൾക്കാർ പറയാം. എൻ്റെ അച്ഛനൊക്കെ പറയും, നിന്റെ പടത്തിൽ CCTV ചെക്ക് ചെയ്യണ വിഷ്വൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ സൂം ചെയ്തേ പോസ് ചെയ്തേ ഈ 2 വാക്കുകൾ ഉപയോഗിക്കരുത്. നീ ചെക്ക് ചെയ്തോ, പക്ഷെ ഈ ഡയലോഗ് പറയിക്കരുത്. എന്നിട്ട് ഇത് സംഭവിച്ചു. ഇത് നമ്മൾ ഇതിന്റെ ക്രൗഡ് ഡബ് ചെയ്യുമ്പോൾ കുറെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആണല്ലോ ആ സീക്വൻസിലുള്ളത്. അപ്പൊ മെയിൻ ഡബിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല, ക്രൗഡ് ഡബ് ചെയ്ത് വിട്ടു. എന്റെ ഫൈനൽ മിക്സിൽ ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ആരോ പറഞ്ഞിട്ടുണ്ട് സൂം ചെയ്ത് പോസി കുറച്ച് ബാക്ക്. ഞാനത് ഫൈനൽ മിക്സിൽ പോയിട്ട് മ്യൂട്ട് ചെയ്തു. വേണ്ടാന്ന് ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കയറിയാണ്. ഇതുപോലെ ഫണ്ടമെന്റൽ ആയിട്ട് കുറെ സാധനങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് തന്നെ ഇത് അറ്റംപ്റ്റ് തുടങ്ങണം തന്നെ. ഐ മീൻ എഴുതാൻ തുടങ്ങുന്ന തന്നെ ഓർഡറിലാണ് എഴുതി പോയത്. കഥയൊന്നുമില്ല, ആസ് യൂഷ്വൽ കഥയില്ല, ഓർഡറിൽ പോകുമ്പോൾ ഡെവലപ്പ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എഴുതാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ മനസ്സിൽ ഫിക്സ് ചെയ്ത ഫണ്ടമെന്റൽ ഒരു സാധനമായിരുന്നു പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞൊരു വാക്ക് ഇതിൽ ഉപയോഗിക്കേണ്ട. പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു, അതിനകത്ത് ഇന്ന സമയത്താണ് മരണം, 9:00-നും 10:00-നും ഇടയിലാണ് മരണം, ആ സമയത്ത് ഇവിടെ വന്നു പോയവരാരൊക്കെ, അവസാനം കണ്ടവരാരൊക്കെ, ആദ്യം കണ്ടവരാരൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സെറ്റ് ഓഫ് ചർച്ചയും കുറേ സീക്വൻസ് അതിന് പിന്നാലെ വരും. അപ്പോൾ അതൊരു മാൻഡേറ്ററി ഒബ്ലിഗേഷൻ പോലെ ഫോളോ ചെയ്ത് വരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളിൽ വരുന്നൊരു സംഗതി. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്ന ഒറ്റ സാധനം തൂക്കിയാൽ തന്നെ കുറേ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന കുറേ സീനുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പിന്നെ സാറ് വിളി കുറക്കണം, സാറ് വേണ്ട, ബഹുമാനപൂർവ്വം നമ്മൾ സാറ് വിളിക്കുകയായിരിക്കും. പക്ഷെ എന്നാലും ആവർത്തിച്ച് എല്ലാ ലൈനിലും സാർ കേൾക്കുമ്പോൾ ഒരു ആവർത്തന വിരസത വരികയും ചെയ്യും. പിന്നെ എനിക്ക് പലപ്പോഴും അത് സിനിമകളിൽ കേൾക്കുമ്പോൾ സാറ് വിളിച്ചിട്ടായിരിക്കും തുടങ്ങുക, അതേ സെന്റൻസ് സാറിൽ അവസാനിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ആ സെന്റൻസിലുള്ള മാറ്ററിന്റെ കണ്ടന്റിന്റെ ഇമോഷൻ പോകുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ പടങ്ങളല്ല, വേറെ പടങ്ങളിൽ കാണുമ്പോൾ സാറും പ്രീഫിക്സ് ആയിട്ടും സഫിക്സ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ അതൊരു ഫാക്ച്വൽ എക്സ്പ്രഷൻ മാത്രമായിട്ട് മാറുന്ന പോലെ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേണ്ട, സാറ് മാറ്റുക, ആവശ്യമുള്ള അത്യാവശ്യമുള്ള സ്ഥലത്ത് മാത്രം സാറ് വെക്കുക എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് ഇപ്പോൾ ഇത് നമ്മുടെ ആഗ്രഹം, അപ്പോൾ ഇതല്ലാതെ ഈ 1-2 ദിവസത്തേക്കൊക്കെ വരുന്ന സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, ചെറിയ റോളുകളൊക്കെ. അവർ സിനിമയിൽ സ്ഥിരമായിട്ട് കാണുന്ന വിളിക്കാനുള്ളൊരു ടെൻഡൻസിയിൽ അവർ വരുന്നത്. അപ്പോൾ അവർക്ക് വെറുതെ ആയാലും അവർ സാർ ഇടും. അവർക്ക് എഴുതി കൊടുത്ത ലൈൻസിൽ സാർ ഉണ്ടാവില്ല, എന്നാലും അവർ സാറ് ചേർക്കും. അപ്പോൾ നമ്മളൊരു സാറ് വേണ്ട, സാറ് നമുക്ക് ഒഴിവാക്കാം, പോലീസാകുമ്പോൾ സാറിന്ന് വിളിക്കില്ലേ, അതായിരിക്കും, പക്ഷെ നമുക്ക് ഇതിൽ സാറ് വിളി ഒഴിവാക്കാം. അപ്പോൾ അത് അങ്ങനെയുള്ള ചില ഫണ്ടമെന്റൽ ചെറിയ ബേസിക്സ്, ഇതുകൊണ്ട് കഥയിൽ മാറ്റം ഉണ്ടാകുന്നു അങ്ങനെയൊന്നും അല്ല, പക്ഷെ കുറച്ച് ഫ്രഷ് ആയിരിക്കും അതിന്റെ ഒരു നെറേറ്റീവ് മൊത്തത്തില്. അങ്ങനെ കാഴ്ചക്കാർക്ക് അനുഭവപ്പെട്ട സന്തോഷം. നമുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു നമ്മളായിട്ട് എന്തെങ്കിലും ഒരു എന്ത് ട്വീക്കിങ് ഇതിന് കൊടുക്കാം, റെഗുലർലി കാണുന്ന ടെംപ്ലേറ്റിന് എന്ത് ട്വീക്ക് കൊടുക്കാം, ടെംപ്ലേറ്റ് ഫോളോ ചെയ്യണ്ട എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹം. ഈ സ്കൂൾ കുട്ടികളുടെ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് അതിനകത്ത്. അത് ഞാൻ പ്രതീക്ഷിക്കുന്നത് സാധാരണഗതിയിൽ സ്കൂൾ കുട്ടികളുടെ ഫൈറ്റ് എന്ന് വെച്ചാൽ കുറേ കുട്ടികൾ കൂടി കെട്ടിമറിയുന്നു, അതിനൊരു ഒരു തമ്മിലടി, അത് അവസാനിക്കുന്നു, അങ്ങനെയാണ്. ഡിസൈൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടുത്തെ കുട്ടികളുടെ ഫൈറ്റ് ഭയങ്കര കൊറിയോഗ്രാഫിഡ്, അങ്ങനെ രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. അതും മനഃപൂർവ്വം മാറ്റിയതാ, നല്ല രസമുണ്ട് ആ കാര്യം. സ്ഥിരം കുട്ടികളുടെ അടി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഉരുണ്ട് തമ്മിൽ തല്ലി. നമുക്ക് എന്താണെന്നറിയോ, ഇത് കുറെ കൊണ്ടുപോകണമെന്നും ആഗ്രഹമില്ല. അത് വളരെ അവന്റെ ഒരു ക്യാരക്ടർ ആ കുട്ടിയുടെ അറിയിക്കാൻ വേണ്ടിയാണല്ലോ, അവന്റെ ഒരു ഇമോഷൻ അറിയിക്കാൻ വേണ്ടിയാണല്ലോ. നമുക്ക് വളരെ ക്രിസ്പായാൽ മതി, പക്ഷെ ഒട്ടും അമച്ചുറിഷു അടിക്കല്ലേ. അപ്പൊ നമുക്ക് ചെറിയ ഇതിൽ പിടിക്കാന്ന് വെച്ചാൽ ഒത്തിരി ഡ്രാമ കറങ്ങിപ്പോയി തീർക്കുക അങ്ങനെയൊന്നും പിടിക്കാതെ ഒറ്റയടിക്ക് തീർക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ തോട്ട്.
ഓക്കെ. അപ്പം നന്നായെന്ന് കേൾക്കുമ്പോൾ സന്തോഷം. അത് നമ്മൾ ഈ സാധാരണ കുട്ടികളുടെ അടി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ സിനിമയിൽ കാണുന്ന അടിക്ക് ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ അവസാനം ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു മുതിർന്ന ആളോ ഇങ്ങനെ പിടിച്ചു മാറ്റും, അത് വരെ ഇങ്ങനെയൊക്കെ അടിക്കും. ഇത് അങ്ങനെയൊന്നും അല്ല, ഇത് പക്ക പഞ്ചൊക്കെയാ ആ കുട്ടി ചെയ്യുന്നത്. അത് വളരെ നൈസായിട്ട് വന്നിട്ടുണ്ട് ആ കാര്യം. നമുക്ക് ഭയങ്കര ക്രൂഷ്യൽ അവരാണ് കൊറിയോഗ്രാഫി ചെയ്തത്. ഓക്കെ ഓക്കെ. അതിനകത്ത് മറ്റേ പിള്ളേരൊക്കെ എനിക്കൊന്ന് രമേശിന്റെ വീടിന്റെ അടുത്തുള്ളൊക്കെ പിള്ളേരെയൊക്കെ ആണ് ചെയ്തിരുന്നത്. അവർക്ക് എന്താ പറയാ, ഇച്ചിരി ഫൈറ്റ് പരിപാടിയൊക്കെ അറിയാവുന്ന പിള്ളേരാ കൂടെ, കൊച്ചു പിള്ളേരൊക്കെ. മറ്റേ ആ ഇത് എറിയുന്ന പയ്യനില്ലേ, അവനൊക്കെ കുറച്ച് ഫൈറ്റ് അറിയാം, നല്ല ഫ്ലെക്സിബിൾ, അവനൊക്കെ തെറിച്ച് വീഴും. പതുക്കിടാതെ നിന്നൊക്കെ തെറിച്ചൊക്കെ വീണ് കാണിക്കുന്നത് വളരെ ആ സീക്വൻസ് ആക്ച്വലി കുറച്ച് നല്ല പണിയുള്ള സീക്വൻസ് ആയിരുന്നു. നായയുടെ പരിപാടികളൊക്കെ ആയിട്ട് ചെറിയ ഇതുണ്ടായിരുന്നു. അമ്പിളിയും അയ്യപ്പനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ശരിക്കും ഒരു ഡോഗ് മാസ്റ്റർ റിലേഷൻഷിപ്പ് പോലെ തോന്നി കുറെ ഏരിയയില്. അങ്ങനെ ഒരു ലെയർ മനസ്സിലുണ്ടായിരുന്നു എഴുതുമ്പോ? ഇല്ല, അങ്ങനെ ആലോചിച്ചെഴുതിയല്ല വിഷ്ണു. എങ്ങനെ എനിക്ക് ആ പ്രോസസ്സ് ഓർമ്മയില്ല. അതാ പറഞ്ഞു, ഇതൊന്നും പ്ലാൻ ചെയ്തിട്ട് പ്രീ പ്ലാൻഡ് ആയിട്ടല്ല. അതായത് നമ്മള് ചൂസ് ചെയ്യുന്ന ഡോഗിന് അറിയില്ലല്ലോ നമ്മള് അവർക്കൊരു ജീവിതം കൊടുക്കുന്നുണ്ട്, അങ്ങനെ അങ്ങനെയൊക്കെ. ഇതിലൊരു പോയിന്റ് അയ്യപ്പനും ചോദിക്കുന്നുണ്ട്, ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ പറയുന്നുണ്ട്. അത് ശരിക്കും അങ്ങനെ ഡോഗ് മാസ്റ്റർ റിലേഷൻഷിപ്പ് പോലെ തോന്നി. അത് നല്ലൊരു ലെയർ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, പ്രീ പ്ലാൻഡ് ആയിട്ട് കോൺഷ്യസ്ലി ചിന്തിച്ച് ചെയ്തതല്ല. ഇപ്പൊ ഒരു അതിന്റെ ഒരു അനാലജി എനിക്ക് തോന്നിയത് ആ ഡയലോഗ് എഴുതി വന്നപ്പോൾ മാത്രം. ഏത് കടപ്പാടിന് ഇങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് പറയുന്ന അയ്യപ്പൻ പറയുന്ന സമയത്ത് ഒരു ഡോഗ് അനാലജിക്ക് ഒരു സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് പറയുന്ന പരിപാടി എനിക്ക് അപ്പം എന്തോ മനസ്സിലോടിയായിട്ടൊരു ഓർമ്മയുണ്ട്. മറ്റപടിയൊന്നും അങ്ങനെ ചങ്ങലിക്കിട്ട പട്ടിയെ പോലെ അത് അവിടെ തോന്നിയോണ്ടാണ് ഫോൺ കോളിൽ അടുത്ത കോയമ്പത്തൂരിൽ നിന്ന് ഫോൺ കോൾ വിളിക്കുന്ന സമയത്ത് വിഷ്ണു ഇപ്പൊ പറഞ്ഞ ആംഗിൾ വെച്ചിട്ട് കൂടുതൽ ഡയലോഗ്സ് ആ ആംഗിളിലേക്ക് ചേർക്കാൻ പറ്റിയത് അത് അവിടെ തോന്നിയോണ്ട്. അത് ഇനീഷ്യലി തൊട്ട് അത് അങ്ങനെ വലിയ പ്ലാൻ ചെയ്തിട്ടുള്ളതല്ല.